പ്രശസ്ത സിനിമാ നടൻ ഉണ്ണി മുകുന്ദനും മാനേജർ വിപിനും തമ്മിലുള്ള വിഷയം ആളിപ്പടരുമ്പോൾ ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ചർച്ചയാവുകയാണ്. കൃപയായി വായിക്കുക എന്ന് തുടങ്ങുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 2018 ആദ്യകാലത്ത് എൻ്റെ സ്വന്തം ബാനറിൽ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിപിൻ കുമാർ എന്ന വ്യക്തി എന്നെ സമീപിക്കുന്നത്. സിനിമാ രംഗത്തെ നിരവധി പ്രശസ്ത താരങ്ങളുടെ പ്രൊഫഷണൽ റിലേഷൻസ് ഓഫീസറാണ് എന്നാണ് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയത്. എന്നാൽ എനിക്ക് ഒഫീഷ്യലായി വ്യക്തിഗത മാനേജറായി വിപിൻ ഒരിക്കലും നിയമിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ പ്രശ്നം വിപിനുമായി ഉണ്ടായത് ഇപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു. ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സിന്റെ സെബൻ നേതൃത്വത്തിലുള്ള ജീവനക്കാരനായി വലിയൊരു പ്രശ്നത്തിലായിരുന്നു വിപിൻ. ഈ പ്രശ്നം പബ്ലിക്കായത് ചിത്രത്തിനും ടീമിനും വലിയ ആഘാതമായിരുന്നു. കൂടാതെ വിപിൻ ചിത്രത്തിന് മുഴുവൻ ക്രെഡിറ്റ് നൽകുന്നില്ലെന്ന് എന്നെ ബഹളം വെച്ചായിരുന്നു അത് എൻ്റെ എത്തിക്സ് എതിരായിരുന്നുവെന്നും ഞാൻ വ്യക്തമാക്കുന്നു. പിന്നീട് എൻ്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കുന്നത് പോലെ നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. പുതുതായി ചിത്രമെടുക്കുന്നവരിൽ നിന്നും പ്രശസ്തരായ സംവിധായകരിൽ നിന്നും വിപിനെക്കുറിച്ച് ചർച്ചകളും പരാതികളും ഞാൻ സ്വീകരിച്ചു. ചാരച്ചൊല്ലുകളും അപവാദ പ്രചരണങ്ങളുമെല്ലാം. കൂടാതെ ഈ വ്യക്തി ജോലി പങ്കാളി എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത രീതിയിൽ അതിരുകടന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാകുന്നതിനായി നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു. ഇനിയും പല പ്രമുഖരിൽ നിന്നും തനിക്ക് പിന്തുണയുണ്ട് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പിന്നീട് എൻ്റെ അടുത്ത സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എൻ്റെ മുമ്പിൽ എല്ലാവിധ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞിരുന്നു. ഇത് വിഷ്ണു തന്നെ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എൻ്റെ ഡിജിറ്റൽ ഡാറ്റയിൽ അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് എഴുതി തരുന്ന മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അത് അയക്കുന്നതിന് പകരം പൂർണ്ണമായി വ്യാജവും ഭീഷണി മുഴുവൻ നിറഞ്ഞതുമായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളും ന്യൂസ് പോർട്ടലുകളും പ്രചരിപ്പിക്കുന്നതായി ഞാൻ കണ്ടു. വിപിൻ ആരോപിക്കുന്നത് പോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒരിക്കലും നടന്നിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം നിരന്തരം വ്യാജവുമാണ്. സംഭവം നടന്ന സ്ഥലം മുഴുവൻ CCTVയുടെ പരിധിയിലാണ്. ദയവായി എന്തെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ വിവരം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിൽ കൂടാതെ കഴിഞ്ഞ 5 വർഷമായി എനിക്ക് സമയമില്ല എന്ന പേരിൽ എൻ്റെതായ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും ചില ചാൻസുകൾ ഒഴിവാക്കാനും ഈ വ്യക്തി ഇടപെടുകയുണ്ടായി എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എനിക്കെതിരെ മനുഷ്യവിരുദ്ധമായ അപവാദങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരെ പോയി ഒരു നടിയോട് എന്നെ വിവാഹം കഴിക്കൂ എന്ന് ആവശ്യപ്പെട്ട സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം വലിയ കലഹത്തിലായിരുന്നു. പിന്നീട് സമൂഹത്തിൽ നിന്നുള്ള എൻ്റെ പ്രതിച്ഛായ തകർക്കാൻ എൻ്റെ സ്വാധീനം ഉപയോഗിക്കുമെന്നുള്ള ഭീഷണിയും അദ്ദേഹം ഉച്ചരിച്ചിരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി എല്ലായ്പ്പോഴും പ്രൊഫഷണൽ ആയിരിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തി വിശ്വവുമാണ്. ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും പൂർണ്ണമായി അവകാശവിരുദ്ധമാണ്. എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു. അദ്ദേഹം എന്നെ അപ്രതീക്ഷിത ലാഭത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ്. എൻ്റെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സന്തോഷം അനുഭവിക്കുന്നവരിൽ ചിലർ ഈ മനുഷ്യനെ സഹായിക്കുകയാണ് എന്നെനിക്ക് ശക്തമായ വിശ്വാസമുണ്ട്. എൻ്റെ കരിയർ ഞാൻ കഠിനാധ്വാനത്തിലൂടെ നിരന്തര പരിശ്രമത്തിലൂടെയും ഉണ്ടാക്കിയതാണ്. സത്യം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ. വിക്ടിമായി കണക്കാക്കപ്പെടുകയോ പീഡനങ്ങൾക്ക് വിധേയനാവുകയോ ചെയ്യാൽ പോലും സത്യം ചെരുപ്പിട മുമ്പ് അസത്യം ലോകസഞ്ചാരം നടത്തും എന്നതിനപ്പുറം ഇതിലെന്ത് പറയാനാണ്? ന്യൂസ് ഡെസ്ക് IBN മലയാളം.